നമസ്കാരം. പതിരും കതിരും. പോറ്റിയെ കേറ്റിയെ കേസും വിട്ട് ഓടിയേ. നാണവും വിവരവും ഉളുപ്പും വകതിരിവുമുണ്ടോ വിവരം കെട്ട പിണറായി സർക്കാരെ നിങ്ങൾക്ക്? അങ്ങനെ പിണറായിയുടെ പടക്ക കമ്പനി വെറും ഗുദാ ഹവായി. വെടിവഴിപാടാകുമ്പോൾ വിളിച്ചു പറയണം, അല്ലെങ്കിൽ ഫലം കുറയും. ഫലം കുറഞ്ഞാലും വേണ്ടില്ല, വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ എന്ന് ഭഗീരഥൻ പിള്ള അനൗൺസ്മെൻറ്റുകാരനോട് ചോദിച്ചു. അതിനുള്ള ഉത്തരം മൈക്കിലൂടെ തന്നെ തിരിച്ചും കിട്ടി. ഭഗീരഥൻ പിള്ളയുടെ വെടിവഴിപാടാണ്, മൈക്കിലൂടെ വിളിച്ചു പറയാതിരിക്കാൻ പറ്റുമോ? വെടിവഴിപാടാകുമ്പോൾ വിളിച്ചു പറയണം. പിണറായി വിജയൻ്റെ ആ വെടിവഴിപാടാണ് 8 നിലയിൽ പൊട്ടിയത്. നാടും നഗരവും സകല മനുഷ്യരും ലോകം മുഴുവനും കേട്ട് എതിരായതോടെ കമ്മുകൾ 8 നില വാണത്തിന് തീപിടിച്ച പോലെ ഓടുകയാണ്. ഇത്ര പൊന്നുംകുടം പോലെ പഷ്ടൊരു സർക്കാരിനെ എവിടെ കിട്ടും? ഈ സർക്കാർ തങ്ങൾക്കെതിരെ അനങ്ങിയാൽ കേസെടുക്കും. ഹലോ മിസ്റ്റർ പ്രസാദ് കുഴിക്കാല, ഒരു കുഴിയെടുത്ത് നിങ്ങളുടെ പരാതി കുഴിച്ചു മൂടിക്കോ. തിരുവാഭരണപാതയോടും അയ്യപ്പൻ്റെ പൊന്നിനോടും അകമഴിഞ്ഞ ഭക്തി കാണിച്ച ഈ പരാതിക്കാരൻ രാത്രി ഉറക്കത്തിലിനി എന്തൊക്കെ സ്വപ്നം കാണുമെന്ന് ആർക്കറിയാം? ഇല്ലെങ്കിൽ അയ്യപ്പൻ കാണിച്ചു കൊടുക്കും. അയ്യനരികിൽ എന്നും വാവരുണ്ടടോ. RSSകാരൻ്റെ പണി CPMകാരൻ ഏറ്റെടുത്താൽ ഇങ്ങനെയിരിക്കും. ലോകത്തൊറ്റ വിശ്വാസിക്കുമില്ലാത്ത മതവികാരമാണല്ലോ നിങ്ങളുടെ മൂലത്തിൽ നിന്നും പൊട്ടിയൊലിച്ചത്. വ്രണം പൊട്ടിയ കുരുവുമായി ഓടിക്കളിക്കുന്ന കമ്മികളെ കാണുമ്പോൾ ചിരിക്കാത്തവരില്ല. കോംപ്ലാൻ്റെ പരസ്യത്തിലെ തൂങ്ങും രാജുവിൻ്റെ പഴയ പരസ്യം ഓർമ്മയുണ്ടോ? ഉയരക്കുറവ് കാരണം രാജു എവിടെയും കയറി തൂങ്ങും. ബസ്സിൽ കയറിയാൽ കമ്പിയിൽ തൂങ്ങും, വീട്ടിലാന്നിൽ കൊന്നമരത്തിൽ തൂങ്ങും. ഇതേ അവസ്ഥയിൽ ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ട് പത്തനംതിട്ടയിൽ പാർട്ടിക്ക്, രാജു എബ്രഹാം. ഇന്നലെ വരെ പുള്ളിയുടെയും പാർട്ടിയുടെയും മതവികാരം അങ്ങ് ഒലിക്കുകയായിരുന്നു. നാട് മുഴുവൻ എതിരായപ്പോൾ സർക്കാർ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചു. ഉച്ചയായപ്പോൾ പുള്ളി പ്ലേറ്റ് മാറ്റി. പാർട്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരല്ല എന്നായി. ഇങ്ങനെ കാൽക്കീഴിലെ മണ്ണും പിടിച്ച വള്ളിയും തകർന്നിട്ടും ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ സഖാക്കളായി നടിക്കുന്നത്? ഈ കേസ് കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കില്ല എന്നറിയാത്തവർ ഈ നാട്ടിലെ കമ്മികൾ മാത്രമായിരുന്നു. സർക്കാരിൻ്റെ കാവൽ പോലീസെ, നിങ്ങൾക്കൊക്കെ ആരാണ് ഈ പൊട്ടപ്പുത്തി ഉപദേശിച്ചു തരുന്നത്? നിങ്ങൾ കേരള പോലീസാണോ പിണറായി വിജയൻ്റെ K. പൗലോസാണോ? വിവരവും വെള്ളിയാഴ്ചയുമുള്ള ഒരുത്തനുമില്ലേടെ പോലീസിൻ്റെ തൊപ്പിക്ക് കീഴേ. സകല മനുഷ്യരും എതിരായപ്പോൾ വെള്ളിയാഴ്ച രാവിലെ വെളിവ് വീണു. വെളിവ് വീണ വെള്ളിയാഴ്ചകളാണ് വിപ്ലവ പാർട്ടികളുടെ ഭാഗ്യദിനം. കള്ളത്തരം മാത്രം കാണിച്ചും സകലതും മോട്ടിച്ചും നാടും വിശ്വാസവും കീശയിലാക്കി നടക്കുന്ന കുറേ ഭരണക്കാരുണ്ട് ഈ സർക്കാരിൽ. പിണറായി നഗ്നനാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരുത്തൻ ഈ പാർട്ടിയിലുണ്ടോ? സത്യത്തിൽ പിണറായി വിജയൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ചന്ദ്രശേഖർ പോലും ഈ പാട്ട് പാടിയാണ് നടക്കുന്നത്. ഇത്രയും ഗതികെട്ട മൊണ്ണകളും ഉണ്ണാക്കന്മാരും ഈ പാർട്ടിയിലല്ലാതെ എവിടെ കാണും? ഇവനൊക്കെ എന്തിനാണ് വിവരവും വിദ്യാഭ്യാസവും? പള്ളിക്കൂടത്തിൻ്റെ പടിവാതിൽ കാണാത്തവർ പോലും പ്രായോഗിക ജീവിതം കൊണ്ടും ബുദ്ധി കൊണ്ടും അനുഭവം കൊണ്ടും നല്ല ഭരണാധികാരികളാകും. പാരടിക്കെതിരെ കേസെടുത്തതോടെ ഇന്നലെ ചാനലുകളിൽ അന്തങ്ങൾ ആറാടിയത് സമനില തെറ്റിയ പോലെയായിരുന്നു. കട്ട സ്വർണം സോണിയാഗാന്ധിയുടെ അന്തഃപുരത്തിലുണ്ടെന്നായി അൾട്ടിമേറ്റ് അന്തം അനിൽകുമാർ. ഇയാളെ ഇങ്ങനെ നിരന്തരം ചർച്ചയ്ക്ക് വിട്ടാൽ മാത്രം മതി കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ യാതൊരു പണിയും ചെയ്യേണ്ടതില്ല. സോണിയയുടെ കയ്യിൽ പോറ്റി ബ്രേസ്ലെറ്റ് ഇട്ടുകൊടുത്തത് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണമാണത്രേ. VD സതീശനും ചെന്നിത്തലയും ആൻറ്റോ ആൻ്റണിയും ചാണ്ടിയുമ്മനും എല്ലാം ചേർന്നാണത്രേ കൊള്ള നടത്തിയത്. ഇദ്ദേഹത്തിൻ്റെ തല ഒന്ന് പരിശോധിക്കണം. കുഞ്ഞിക്കണ്ണൻ ചോദിക്കുന്നത് സഖാക്കളാണോ കട്ടത് എന്നാണ്. എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരെ പറ്റി പാട്ടുകാർ പാടിയില്ല? ഈ പാർട്ടി വടക്കോട്ടോ തെക്കോട്ടോ പോയാൽ ചിലപ്പോൾ 10 ആൾ കൂടെ ചെല്ലും ശവമഞ്ചം ചുമ്മാൻ. നേരെ മേലോട്ട് പോയാൽ ആരുമുണ്ടാകില്ല. CPMൽ ബുദ്ധിജീവികൾക്ക് വല്ല പഞ്ഞവും ഇക്കാലമത്രയും ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ ഒറ്റയൊരുത്തൻ തല പുറത്ത് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അരശുമൂട്ടിൽ അപ്പുക്കുട്ടൻ അശോകനെ വെല്ലുവിളിച്ചത് അടുത്ത പാട്ട് മത്സരത്തിന് കാണാമെന്നായിരുന്നു. ഇപ്പോഴിതാ ജനം പിണറായി വിജയൻ്റെ ഉടുമുണ്ട് പറിച്ച് തലയിൽ കെട്ടി ജനാധിപത്യത്തിൻ്റെ പാട്ടു മത്സരം ജയിച്ചിരിക്കുന്നു. ഇനി കുഴികുത്തി വട്ടുകളി മാത്രമേ ബാക്കിയുള്ളൂ. അത് പിണറായി കണ്ണൂരിൽ ചെന്ന് ജയരാജന്മാർക്കും ഗോവിന്ദനുമൊപ്പം കളിച്ചാൽ മതി. വട്ടുകളിയുടെ രാശിക്കുഴി മതി ഈ പാർട്ടിയെ കുഴിച്ചു മൂടാൻ.